ഇലക്ഷൻ കാലമാണ്. വ്യക്തിപരമായും സംഘടനാപരമായും മുന്നണിയുമൊക്കെയായി ധാരാളം PR ഏജൻസികളും PR വർക്കുകളും വളരെ തകൃതിയായി പലയിടത്തും നടക്കുന്നുണ്ട്. സംഗതിയൊക്കെ കൊള്ളാം. ഒരു പ്രചരണത്തിനും സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഒന്ന് കത്തിപ്പടരുന്നതിനും ചില ആഖ്യാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ അധികമാകരുതെന്ന് മാത്രമല്ല, ഈ ചെയ്യുന്ന കാര്യം തിരിഞ്ഞ് സ്വന്തം കുണ്ടിക്ക് കൊള്ളുമോ എന്ന ചിന്ത കൂടി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇനിയുള്ള കാലത്ത് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ ഫാക്ട് ചെക്കിങ്ങും വേരിഫിക്കേഷനും അതിൻ്റെ പിന്നാലെ പായുന്നവരുടെ എല്ലാ എണ്ണം. നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഉണ്ടായ സംഭവത്തെക്കാൾ വളരെ മനോഹരമായ ട്രോളാണ് വളരെ പെട്ടെന്ന് പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നുക എന്താണെന്നറിയാമോ? ആരോ എവിടെയോ ഇങ്ങനെ കാത്തിരിക്കുന്നു, ഇങ്ങോട്ട് വിട്, ഇപ്പം തിരിച്ചങ്ങോട്ട് തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കോമഡിയാണ് എന്ന് മാത്രമല്ല, അറിയാതെ തിരിഞ്ഞ് കൊള്ളുകയും ചെയ്യും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പലതുമൊക്കെ ചെയ്യുമ്പോൾ അതിന് വളരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ വെച്ചിത് പലതും ഷൂട്ട് ചെയ്യുമ്പോൾ ഈ തിരിഞ്ഞു കൊള്ളുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും രസകരമായൊരു ഉദാഹരണമാണ് ഈ ഗോവിന്ദൻ മാഷ് ഇടതുപക്ഷ മുന്നണിയിലെ വലിയൊരു ട്രോൾ മാസ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നതും ശാസിക്കുന്നതും എനിക്ക് ഭയങ്കര കൗതുകമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ രസകരമായി എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതൊക്കെ ട്രോളായി മാറുന്ന ഒരു കാലത്താണ് ഒരു പെൻഷൻ കഥ തിരിഞ്ഞു കുത്തിയത്. ഒരമ്മാവൻ വേദിയിൽ വരികയും ഒരു ഫീലുമില്ലാതെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ പെൻഷൻ കിട്ടിയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് UDF വന്നാൽ പെൻഷനൊന്നും തരൂല എന്നൊക്കെയാണ് ആ അമ്മാവൻ പറയുന്നത്. ആ ആളിൻ്റെ കയ്യിൽ നിന്ന് നോട്ട് ഏറ്റുവാങ്ങി നമ്മുടെ ഗോവിന്ദൻ മാഷ് അത് എണ്ണി പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനപ്പം തന്നെ മറുപടി വന്നത്, ആദ്യം പുറത്തു വന്നത് ഇത് നമ്മുടെ കിണറേഷിൻ്റെ കൊനകലു എന്നൊക്കെ പറഞ്ഞിട്ട് കിണറേഷിൻ്റെ PR ആണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ചിലപ്പോൾ പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, എനിക്കറിയില്ല. ഏതായാലും അതിൻ്റെ മറു സ്റ്റോറി ദേ പുറത്തിറങ്ങി, കണ്ടോളൂ. അങ്ങനെയല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? കേട്ടോ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരൊക്കെ എത്തും, പിണറായിന്റെ എത്തും, വേറെ എല്ലാവരുടെ എത്തും, പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ കയറിയിട്ട് കളിച്ച മുപ്പരെത്തുന്നു. വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എത്തി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാം തിരിച്ചു തരുന്നു. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങളെന്നെ ഫീസിലിടീന്നും പറഞ്ഞു. ഫീസിൽ വെച്ച് തന്നു. ഞാൻ മനസ്സിലാക്കുന്ന കൊടുത്തല്ല. ഡെയിലി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്. അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനോട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതിനോട് ഇപ്പം എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു.